ഞങ്ങൾ ഇതൊരു മനംമാറ്റത്തിന്റെ വിഷയമല്ലല്ലോ, ഇതൊരു പോളിസിയുടെ വിഷയമാണ്. പണിയെടുക്കുന്ന ആളുകൾക്ക് കൂലി കൊടുക്കുക എന്നുള്ളത് ഒരു പ്രാഥമിക ഉത്തരവാദിത്തമാണ്. അത് ചെയ്യണം. ഈ സ്മൃതി മുറിച്ച മുടികളൊക്കെ ഒരു കയറിൽ കെട്ടി അത് മുല്ലപ്പൂ ചൂടിക്കൊണ്ട് അത് കയറിൽ കെട്ടി ഈ സമരപ്പന്തലിൽ കെട്ടിത്തൂക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഈ മുടി വെച്ച് കെട്ടുകയാണ്. സമരത്തിന് നേതൃത്വം നൽകുന്ന സമരത്തിലുള്ള ഈ ആശാപ്രവർത്തകർക്ക് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ മുല്ലപ്പൂ ചൂടിയ മുടിയാണ്, ഇത് മുറിച്ച മുടിയാണ്, മുല്ലപ്പൂ ചൂടിക്കൊണ്ട് ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ ഏറ്റവും വൈകാരികമായ രംഗങ്ങൾ തന്നെയാണ് സ്മൃതി ഇവിടെ നിന്നും ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്നും പങ്കുവെക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അവരെന്താണ് നൽകുന്ന സന്ദേശമെന്ന് കൂടി അറിയേണ്ടതുണ്ട്. റോഷി, ഈ മുടി കയറിൽ കിട്ടുന്നു, അതിനോടൊപ്പം മുല്ലപ്പൂ വയ്ക്കുന്നു, എന്താണ് അവർ അതുകൊണ്ട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഏറ്റവും വൈകാരികമായ രംഗങ്ങൾ ഇതാ. ഈ മുറിച്ച മുടികൾ അത് ഒന്നൊന്നായി സമരത്തിന് നേരത്തെ മിനി ഇങ്ങനെ കെട്ടുന്ന ഒരു ഭാഗത്ത് ആ മുടിയിൽ മുല്ലപ്പൂ ചൂടുന്നുണ്ട്. എന്താണ് ഈ തരത്തിൽ മുടി ഇങ്ങനെ കെട്ടി ഇത് അലങ്കരിക്കുകയാണോ ഈ സമരപ്പന്തൽ? ഇത് അലങ്കരിക്കല്ല, ഇതിവിടെ പ്രദർശിപ്പിക്കും. മുല്ലപ്പൂ കൂടി ചൂടുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല, ഏതോ ഒരാളൊരു മുല്ലപ്പൂ ചൂടി, അത്രേ ഉള്ളൂ. അതിന് പ്രത്യേക ലക്ഷ്യമില്ല. ഈ മുറിച്ച മുടികൾ ഈ സമരപ്പന്തലിൽ ഇനി പ്രദർശിപ്പിക്കും. ഈ സമരം അവസാനിക്കുന്നതുവരെ ഇവിടെ ഈ ആശാപ്രവർത്തകർ അവർ ത്യജിച്ച അവരുടെ ഒരു ത്യാഗത്തിന്റെ പ്രതീകമായി ഈ മുറിച്ചുമാറ്റിയ മുടികളൊക്കെ ഇവിടെ പ്രദർശിപ്പിക്കും. അതാണിപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഓരോരുത്തരായി അവരുടെ മുടികൾ, മുറിച്ചുമാറ്റിയ മുടികൾ ഇവിടെ ഇങ്ങനെ ഈ കയറിൽ ബന്ധിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇത് തൊട്ടടുത്തു തന്നെ അനിശ്ചിതകാല സമരം, സത്യാഗ്രഹ സമരം, അത് 12ാം ദിവസമായിട്ടുണ്ട്. ആ സമരപ്പന്തലിൽ ഈ മുറിച്ചുമാറ്റിയ മുടികൾ ഏതാണ്ട് 100ഓളം വരുന്ന ആശാപ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തെത്തിയാണ് ഇങ്ങനെയുള്ള ഒരു സഹന സമരത്തിന്റെ ഭാഗമായി മാറിയത്. അങ്ങനെയുള്ള ആ വൈകാരിക സമരത്തിന് പിന്നാലെ മറ്റൊരു ദൃശ്യമാണ് സ്മൃതി ഇവിടെ കാണുന്നത്. ഈ മുറിച്ചുമാറ്റിയ മുടികൾ ഒന്നാകെ ഈ കയറിൽ കെട്ടി ഈ സമരപ്പന്തലിൽ പ്രദർശിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആശാപ്രവർത്തകർ. ഏതായാലും 50 ദിവസം ഈ രാപ്പകൽ സമരം എത്തിയിട്ടും, അനിശ്ചിതകാല സമരം, സത്യാഗ്രഹ സമരം അത് 12ാം ദിവസത്തിലേക്ക് എത്തിയിട്ടും ഇപ്പോഴും ഈ സമരം ഒത്തുതീർക്കുമെന്നോ ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമോ എന്ന പ്രതീക്ഷയില്ല. എന്നിട്ടും കടുത്ത നിലപാടെടുത്തുകൊണ്ട് സമരത്തിൽ തുടരുകയാണ് ആശാപ്രവർത്തകർ.